ലാക്കാൻ ഒരിടവും വളരാൻ ഒരവസരവും ലഭിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. ഈ മനോഹരമായ ചിന്തയോടെ ഇന്നത്തെ ഈ സുന്ദരമായ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അറിയിക്കുകയാണ്. ജീവിതയാത്രയിൽ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്കൊരിടം. സ്വീകരിക്കപ്പെടാൻ, കേൾക്കപ്പെടാൻ, സ്വയം തിരിച്ചറിയാൻ, സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കാനായി ഒരു സുരക്ഷിത ഇടം. ഈ ആഴമുള്ള ചിന്തയെ നമ്മളിലേക്ക് എത്തിക്കാൻ ഇന്ന് സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എല്ലാ ദിവസവും നടത്തിവരുന്ന ഡി വിഷന്റെ 301ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മോടൊപ്പം സന്നിഹിതരായിരിക്കുന്നത് അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ശ്രീമതി റസീന ഫറോക്ക്, ഫൗണ്ടർ ഓഫ് ശ്രേഷ്ഠ ഹെൽത്ത് ഹീലിംഗ് ഹബ്, ഒരു മികച്ച മെൻറ്റർ, ലൈഫ് കോച്ച്, സമൂഹ നന്മയ്ക്കായി നിരന്തരം പ്രവർത്തിക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഫറൂഖ് ജന്മൈത്രി പോലീസ് സമിതിയുടെ മുൻ ചെയർപേഴ്സൺ, കലയും മനുഷ്യസ്നേഹവും ഒരുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു നല്ല കലാകാരി, ലോകത്തെ അനുഭവത്തിലൂടെ വായിച്ചറിയുന്ന വൈബ് ട്രാവലിംഗ് കമ്മ്യൂണിറ്റിയുടെ സജീവ സാന്നിധ്യം കൂടിയാണ് മാം. വെൽക്കം ടു യു മാം. കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാം, ടീം ഇൻചാർജിലുള്ള ഷമീമ മാം, ഒപ്പം ഏറ്റവും നമ്മുടെ ഈ ഡിവിഷനെ ജീവസുറ്റതാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. ഓവർ ടു യു മാം. Thank you for the wonderful introduction. മുനീറ മാം ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം ഓക്കെ, ആദ്യമായിട്ട് എനിക്കറിയാം പലരും ഇതില് യാത്രയിലായിരിക്കും, പല ആളുകളും ചിലപ്പോൾ വീട്ടിലായിരിക്കും. അപ്പൊ ആദ്യം തന്നെ എനിക്കൊരു ചെറിയൊരു മെഡിറ്റേഷനിലൂടെ ഈ പ്രോഗ്രാം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരും എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ സുഖകരമായി ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യാം. സാവധാനം പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തേക്ക്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം വളരെ സാവധാനം പുറത്തേക്ക്. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എനിക്ക് പുതിയ ഊർജം നൽകുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ നമ്മുടെ എല്ലാ മാനസിക ഭാരങ്ങളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കൂ. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വസിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വികസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വയറ് ചുരുങ്ങുന്നതും ശ്രദ്ധിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ തലയിലേക്ക് കൊണ്ടുവരാം. നെറ്റിയിലെ എല്ലാ പിരിമുറുക്കവും വിട്ടയക്കൂ. പുരികങ്ങൾ അയഞ്ഞ് തളർന്ന് വിശ്രമിക്കട്ടെ. കണ്ണുകൾ, കൺപോളകൾ വിശ്രമിക്കട്ടെ. കവിളുകൾ, ചുണ്ടുകൾ, താടിയെല്ലുകൾ എല്ലാം അയഞ്ഞു തളർന്ന് വിശ്രമിക്കട്ടെ. നിങ്ങളുടെ കഴുത്ത്, തോളുകൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമന്ന ആ തോളുകൾ അയഞ്ഞ് തളർന്ന് വിശ്രമിക്കട്ടെ. രണ്ട് കൈകളും കൈവിരലുകളും മൃദുവായി വിശ്രമിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ നെഞ്ച് പൂർണ്ണമായും വിശ്രമത്തിലാണ്. ശ്വാസം സ്വതന്ത്രമായി ഒഴുകുന്നു. ഹൃദയം ശാന്തമായി മിടിക്കുന്നു. വയറ്, അരക്കെട്ട്, തുടകൾ, കാൽമുട്ടുകൾ, കാലുകൾ, കാൽവിരലുകൾ പൂർണ്ണമായും അയഞ്ഞു തളർന്നു വിശ്രമിക്കട്ടെ. നിങ്ങളുടെ ശരീരം മുഴുവനായും ഇപ്പോൾ അയഞ്ഞു തളർന്ന് വിശ്രമിക്കുകയാണ്. ശരീരം മുഴുവനായും അയഞ്ഞു തളർന്ന് വിശ്രമിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയിലേക്ക് ശ്രദ്ധിക്കൂ. ആകാശത്ത് ഒഴുകുന്ന മേഘങ്ങളെ പോലെ അവ
വരട്ടെ, പോകട്ടെ, ഒന്നും പിടിച്ചു വെക്കേണ്ടതില്ല. മനസ്സിപ്പോൾ ശാന്തമായ ഒരു തടാകം പോലെ. ഇപ്പോൾ മനസ്സിൽ പതുക്കെ ആവർത്തിക്കൂ, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്വീകരിക്കുന്നു, ഞാൻ എന്നോട് പൊറുക്കുന്നു. മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്വീകരിക്കുന്നു, ഞാൻ എന്നോട് പൊറുക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്വീകരിക്കുന്നു, ഞാൻ എന്നോട് പൊറുക്കുന്നു. മനസ്സിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കൂ. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കൂ. എന്റെ മനസ്സിപ്പോൾ സമാധാനത്തിലാണ്. ഓരോ ശ്വാസവും എന്നിലേക്ക് പുതിയ ഊർജവും കൊണ്ടുവരുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ എല്ലാ സമ്മർദ്ദങ്ങളും വിട്ടയക്കുന്നു. എന്റെ ശരീരവും മനസ്സും ഇപ്പോൾ അയഞ്ഞ് തളർന്ന് വിശ്രമിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു മുറിയുണ്ടെന്ന് സങ്കല്പിക്കൂ. നിങ്ങൾ ആ റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നതായി ഒന്ന് സങ്കല്പിച്ചേ. നിറയെ കണ്ണാടികളുള്ള ഒരു വലിയ റൂമിലേക്ക് ഇപ്പോൾ നിങ്ങൾ പ്രവേശിക്കുകയാണ്. പറ്റാവുന്ന ആളുകള് 2 കൈകൾ കൊണ്ടും ഷോൾഡർ പിടിച്ചുകൊണ്ട് ഒന്ന് നന്നായി കെട്ടിപ്പിടിച്ച് ഒന്ന് നന്നായി ഹഗ് ചെയ്ത് ചെയ്യാം. അല്ലാത്തവർ മനസ്സിൽ നിങ്ങളെ ഹഗ് ചെയ്ത് ചെയ്യാം. എന്നിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ, ഐ ലവ് മീ, ഐ ലവ് മീ, ഐ ലവ് മീ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മീ, ഐ ലവ് മീ, ഐ ലവ് മീ. കണ്ണാടിയിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതൊന്ന് മനസ്സിൽ കണ്ടേ. എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരുന്നേ. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ചുറ്റുപാടുകളിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് കൈകൾ രണ്ടും തിരുമ്മി ചൂടാക്കി കൺപോളയിൽ വെച്ച് കണ്ണുകൾ സാവധാനത്തിൽ തുറക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ 300ാമത്തെ ദിവസം ആയിരുന്നു. ആ ദിവസം കോഴിക്കോട് സൗത്ത് MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതിന് തൊട്ട് മുന്നേ നമ്മുടെ ക്ലാസ് 299ാമത്തെ ക്ലാസ് മഹിത മാമിൻ്റെതായിരുന്നു. 2 ക്ലാസ് മനോഹരമായി കേട്ടിരുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. മഹിത മാം നമ്മളോട് വളരെ മനോഹരമായി പറഞ്ഞു അല്ലെ, നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആഹാരം കൊണ്ട് നമ്മളെ പരിപാലിക്കേണ്ടത് എന്ന് ഏറ്റവും മനോഹരമായി മഹിത മാം നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായി നമ്മുടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു പുതിയ MLA നമ്മുടെ കോഴിക്കോട്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് ഒരു അഹങ്കാരം എന്നൊക്കെ പറയാം. കോഴിക്കോട് സൗത്ത് MLA ആയിട്ടുള്ള ഫൈസൽ ബാബു സാർ കഴിഞ്ഞ ദിവസം നമ്മളോട് ചോദിച്ച ഒരു കാര്യമുണ്ട് അല്ലെ, എന്റെ ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട്, എന്റെ ജീവിതത്തിൽ എത്ര കണ്ട് ജീവിതമുണ്ട് എന്നുള്ളതാണ്.
നമുക്കറിയാം നമ്മുടെ ഒരു ബിസിനസ് ആണെങ്കിലും സാറ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ബിസിനസ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരു സംഘടനയിലാണെങ്കിലും പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ഒക്കെ അതിലെല്ലാം ഒരു വിഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വിഷൻ ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും നമ്മൾ കുറിച്ചു വെച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെങ്കിലും കുറിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള ഒരുപാട് നമ്മളെ ചിന്തയെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകുന്ന ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, നമ്മൾ നമ്മുടെ കരിയറിന് വേണ്ടി പിന്നാലെ നടക്കുന്ന സമയത്ത് നമ്മളെ കരിയറോടൊപ്പം തന്നെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു നിയോഗമുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നൊക്കെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് അദ്ദേഹം ഇന്നലെ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ലിലി ടീച്ചറുടെ ക്ലാസ്സിൽ ഒരുപാട് പേരോട് എന്താവണം എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കൊരു സോഷ്യൽ റിഫോർമർ ആവണം എന്നല്ലേ. സ്വാമി വിവേകാനന്ദൻ എന്ന് അദ്ദേഹത്തിന് കുറച്ച് നാള് എല്ലാവരും അദ്ദേഹത്തെ സ്വാമി വിവേകാനന്ദനോട് ഉപമിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പുതിയ നിയുക്ത MLA ആയിട്ട് അദ്ദേഹം മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു, ഞാൻ എന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതോടൊപ്പം ഞാൻ എന്നെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് എന്റെ സമൂഹത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാനൊരു സോഷ്യൽ റിഫോമർ ആയിട്ട് മാറണം എന്ന് കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മള് പല സമയത്ത് നമുക്കറിയാം ജീവിതത്തിൽ എല്ലാ ആളുകളും ഇപ്പം ഞാനൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ദൈവത്തിനോട് നമ്മൾ ഇന്ന സ്ഥലത്ത് ജീവിക്കണം, ഇന്ന മതത്തിൽ ജീവിക്കണം, ഇന്ന പുരുഷനാവണം, സ്ത്രീ ആവണം, കേരളത്തിൽ ജനിക്കണം, ഇന്ത്യയിൽ ജനിക്കണം, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓരോ സ്ഥലത്തും ജനിക്കുന്നത് അത് ഡിസൈഡ് ചെയ്യുന്നത് അത് ചിലപ്പോൾ ഒരു ശക്തിയായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കാം, പലർക്കും പല വിശ്വാസങ്ങളായിരിക്കും, ചിലപ്പം ദൈവമേ ഇല്ല എന്നുള്ള വിശ്വാസമുള്ള ആളുകളായിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടല്ല, ഞാൻ റസീനയായിട്ട് ജനിക്കണമെന്നോ ഞാൻ ഒരു സ്ത്രീ ആയിട്ട് ജനിക്കണം എന്നുള്ളതും ഞാൻ ഡിസൈഡ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ കുട്ടിക്കാലം മുതലേ നമുക്ക് ചിലപ്പോൾ പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പല ആളുകളുടെ ലൈഫിൽ പല ട്രോമാസും പല നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കും. ഇതിനെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്ക് പഴയ ഒരു കാലഘട്ടം പോലെയല്ല, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മുറിവ് ഉണക്കാനുള്ള ഒരു ഒരു ആ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മളത് നേരെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോകും. പക്ഷെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇന്നും പലർക്കും അറിയില്ല. പക്ഷെ നമ്മൾ കുറെ ആളുകൾ ഭാഗ്യമുള്ള ആളുകളാണ്. നമുക്കൊക്കെ കുറെ തെറാപ്പികളൊക്കെ നമ്മൾ പഠിച്ചു. കുറെ ഇപ്പൊ NLP പോലുള്ള, അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പി, ഡാൻസ് തെറാപ്പി, യോഗ തെറാപ്പി, അങ്ങനെ EFT, അങ്ങനെ തുടങ്ങി ഹിപ്നോ തെറാപ്പി തുടങ്ങി ഒരുപാട് തെറാപ്പികളിലൂടെ നമ്മുടെ മനസ്സിന്റെ ട്രോമ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മുറിവായിട്ട് കിടക്കുന്ന ഒരു ട്രോമ ഉണക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നമ്മൾ അതിനെ കുളിച്ച് പരിപാലിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മനസ്സിനെ പരിപാലിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്റെ ഭക്ഷണം, നമ്മൾ പറയും ചിന്തകളാണ് നമ്മുടെ മനസ്സിന്. ശരീരത്തിന് ഭക്ഷണം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം മനസ്സിന് നമ്മുടെ ചിന്തകൾ ശുഭചിന്തകളാക്കി മാറ്റാം. ഈ ശുഭചിന്തകൾ നമുക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും റീഫ്രഷ് ചെയ്യാം. ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, വരണ്ട പാടത്ത് അല്ലെ, നമുക്കറിയാം നമ്മുടെ പാടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും, വയൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വരണ്ട പാടത്ത് നമുക്ക് ഒരു വിത്തിട്ടാൽ നമുക്ക് മുളയ്ക്കാൻ വളരെയധികം പ്രയാസമാണ്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ അത് നന്നായിട്ട് കിളച്ച് അതിലേക്ക് വളവും വെള്ളവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിത്ത് മനോഹരമായി മുളച്ച് നമുക്ക് നല്ല വിളവുകൾ ലഭിക്കും. എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും നന്നായിട്ട് നമ്മുടെ മനസ്സിന് അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ നമ്മൾ ബോഡിയിൽ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് കിളച്ച് ഒന്ന് വളക്കൂറുള്ള എന്ത് ചിന്തയും എന്ത് നല്ല ചിന്തകളും നമ്മൾ അതിൽ വിത്തായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് യാഥാർത്ഥ്യമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാനൊന്ന് ആവർത്തിച്ച് പറയാണ്, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നല്ല എഫർമേഷൻസ് കൊടുക്കുക. നമുക്കറിയാം നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ മെഡിറ്റേഷനിലൊക്കെ ഒരു ചെറിയ ഒരു ബോഡി മൈൻഡ് റിലാക്സേഷൻ മെഡിറ്റേഷനിലൂടെ കടന്നു പോയത്, നമ്മൾ ഇടയ്ക്കൊന്ന് ഈ തിരക്കുള്ള ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ലൈഫിൽ, ഈ ഡിജിറ്റൽ വേൾഡിൽ
ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മള് ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ 5 നേരം നമസ്കരിക്കുന്നില്ല. ആ നമസ്കരിക്കുന്ന സമയത്തൊക്കെ അവർക്കൊരു റിലാക്സേഷൻ ആണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അമ്പലത്തിൽ പോകുന്ന സമയത്ത്, പള്ളിയിൽ പോകുന്ന സമയത്ത്, നമ്മൾ നമ്മളോടൊപ്പം കുടുംബത്തോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നടക്കുന്നത് ഒരു റിലാക്സേഷൻ ആണ്. ആ ഒരു റിലാക്സേഷനും അതിനുവേണ്ടി നമ്മൾ സമയം നിർബന്ധമായിട്ടും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് മനസ്സിൽ നല്ല ചിന്തകൾ എത്തുന്നതിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. മനസ്സിന്റെ അതുപോലെ തന്നെ നല്ല അഫർമേഷൻ, എപ്പോഴും നല്ല പോസിറ്റീവായിട്ട്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഓപ്പറേഷൻ തൂഫാനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പം കുറെ അധ്യാപകർ അതിന്റെ ഭാഗമായിട്ട് പിടിക്കപ്പെടുന്നു. കുറെ ആളുകൾ നമ്മളൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് ആളുകൾ അതിന്റെ ഭാഗമാവുന്ന സമയത്ത് നമുക്ക് വളരെയധികം പ്രയാസമുണ്ട്. പക്ഷെ നമ്മളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ ലോകത്തെ എല്ലാവരും മോശക്കാരാണ്, ഈ ലോകത്തെ എല്ലാവരും നെഗറ്റീവ് ആണ് എന്ന ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ അത് നമ്മൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, രാവിലെ തന്നെ പത്രം എടുത്ത് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും നെഗറ്റീവിലാണ് കൂടുതൽ ചെയ്യുന്നത്. പത്രം എല്ലാം നെഗറ്റീവ് ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പത്രം രാവിലെ എഴുന്നേറ്റ ഉടനെ വായിക്കരുത് എന്ന് പറയുന്ന ഒരു അഭിപ്രായം. പക്ഷെ പത്രം നിർബന്ധമായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ദിവസം പറയാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഗോളുമായിട്ട്, നമ്മുടെ വിഷനുമായിട്ട്, നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് നമ്മളത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഫൈസൽ ബാബു സാറ് പറഞ്ഞ ഒരു കാര്യത്തിലേക്കും കൂടെ ഞാൻ പോവാണ്. നമ്മുടെ ആഹ് നമ്മുടെ എന്താണ് ലൈഫിനെ, അല്ലെ, സാറ് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. എല്ലാ മഹാന്മാരും പറയുന്നത് എന്താണ്? ആ ജീവിതം അങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോകട്ടെ, പക്ഷെ ആ ഒഴുക്ക് എന്തായിരിക്കണം? നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളതാണ് സാറ് ഇവിടെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നമ്മൾ മനോഹരമായി നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെ ആവണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാളെ എങ്ങനെ ആവണം, ഇന്ന് എങ്ങനെ ആവണം, ഓരോ ദിവസം നമ്മൾ എങ്ങനെ അപ്ഡേറ്റഡ് ആവണം, ആ അപ്ഡേറ്റഡ് ആവാൻ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, അതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടേയിരിക്കാം. എനിക്ക് എന്നോടും അതുപോലെ നിങ്ങളോടും സമൂഹത്തിനോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമുക്ക് നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് പല സംഘടനകൾ ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളോട് എത്രത്തോളം നമ്മളോട് സംസാരിക്കാനും അതുപോലെ നമുക്ക് സമയം കണ്ടെത്താനും, ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ സെൽഫ് ടോക്ക്, സെൽഫ് ലവ്, അതുപോലെ സെൽഫ് റെസ്പെക്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പണ്ടൊക്കെ നമുക്ക് പറയുന്ന സമയത്ത് ഓ ഇതെന്ത് സെൽഫ് ലവ്. ഇപ്പൊ ചില പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് സെൽഫ് ലവ് മാത്രമായിട്ട് മാറരുത്, നമ്മളെ സ്വന്തം കാര്യങ്ങൾ മാത്രം, സ്വന്തം സന്തോഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങാണ്ട്, ഇപ്പത്തെ ഒരു ജെൻസി ക്യാരക്ടർ അങ്ങനെയാണ് അല്ലെ, സ്വന്തം സന്തോഷത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ നിങ്ങളുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ സമൂഹത്തിനും വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെക്കണം, അവരോടും കൂടെ നമ്മളെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണിക്കണം എന്ന്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കൂടുതലായിട്ടും നമ്മൾ മറ്റുള്ള സമയങ്ങളിലേക്ക്, മറ്റുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് ഓടിപ്പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നമ്മൾ ബ്രേക്ക് എടുക്കുക. ഇടയ്ക്കൊന്ന് നമ്മളായിട്ട് മാത്രം, ഒരു ദിവസം നമ്മൾ പറയും എല്ലാവർക്കും ദൈവം ഒരുപോലെ കൊടുത്തൊരു കാര്യമാണ് സമയം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സമയത്തില് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം, നമ്മുടെ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലായിരുന്നു, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നമ്മുടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എത്രത്തോളം ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം സന്തോഷവതിയാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം, നമ്മൾ കരിയർ ബിൽഡ് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന സമയത്ത്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അതിന് തന്നെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് എനിക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക? ഇതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റിസർച്ച് ചെയ്യണം. അത് നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുക തന്നെ വേണം. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ടി എത്രത്തോളം സമയം കണ്ടെത്തുന്നുണ്ട്, എനിക്ക് വേണ്ടി എത്രത്തോളം സമയം ഞാൻ മാറ്റിവെച്ച് എന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഇടയ്ക്ക് പോകണം എന്നുള്ളതാണ്
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ഒരു ടോപ്പിക് എനിക്കൊരിടം എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നത്. കാരണം ഞാൻ എന്നാണ് എന്നോടൊപ്പം ഇരുന്ന് എന്നെ സ്നേഹിക്കുന്നത്, അവള് കുട്ടിക്കാലം മുതലേ ഞാൻ ലീഡർഷിപ്പിൽ നിൽക്കാറുണ്ട്. നേരത്തെ മാഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എല്ലാ ക്ലബ്ബുകളാണെങ്കിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലും ആക്റ്റീവാണ്. ആ സമയം മുതലേ ജീവിതത്തിൽ, ആ സമയം കഴിഞ്ഞ് അതിനുശേഷമൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന ട്രാജഡികളൊക്കെ നമുക്കറിയാം. പക്ഷെ ആ സമയത്തെല്ലാം നമ്മൾ എത്രത്തോളം ആ ചെയ്യുന്ന ഇപ്പൊ ഒരു ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്, അതെല്ലാം നമ്മൾ നല്ലൊരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു സംഘടനയിൽ നമ്മുടെ അഭിപ്രായം പറയുന്നതും നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനിടയിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നതൊക്കെ നല്ല സതുദ്ദേശം വെച്ചിട്ടാണ് നമ്മളത് പറയുന്നതെങ്കിൽ അതിൽ യാതൊരു തെറ്റില്ല. അതും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കണ്ട് അതിലും ഒരു നല്ല നന്മയുണ്ട് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചില സമയത്ത് നമ്മൾ പറയും പ്രകൃതിയെ പോലെയാണ് നമ്മുടെ മനസ്സ്. ഈ പ്രകൃതിയുടെ ഒരു പ്രത്യേകത എന്താ? അതിന്റെ ഋതുക്കൾ അല്ലെ, കാലാവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് ചില സമയത്ത് ഭയങ്കര ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എന്താണ് വളരെ ഊർജ്ജസ്വലമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സ് നിൽക്കുക. ചില സമയത്ത് നമ്മൾ ആകെ ഡൗൺ ആയിരിക്കും. അപ്പോഴേ ആ സമയത്തൊക്കെ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ മനസ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാറി മാറി വരുന്നതിനെയൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ പറയാറുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാനുള്ളതും നല്ലതിന് എന്നൊക്കെ നമ്മൾ പറയൂലേ. നമ്മളെ മൈൻഡിനെ പോസിറ്റീവ് ആക്കി വെക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്ത്, നമ്മുടെ സ്വപ്നവുമായിട്ട്, നമ്മുടെ സന്തോഷവുമായി കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂട്ടി നമ്മളെ കൂടെ പിടിക്കേണ്ട ഒരു കാര്യമാണ് സദ്ഗ്രന്ഥങ്ങൾ, ഏറ്റവും നല്ല പുസ്തകങ്ങൾ, നമ്മുടെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള, നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വായിക്കാൻ. ഇപ്പൊ സാഹിത്യം, അവർ ഭയങ്കര സാഹിത്യകാരാണ്, ഇവർ ഭയങ്കര കവിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാണ്ട് നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് നമ്മൾ ഏത് പുസ്തകത്തിനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ ആ ഒരു പുസ്തകത്തിന്റെ സെലക്ഷൻ പോലും നമുക്ക് സന്തോഷം തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സജ്ജനങ്ങളുമായിട്ട്, അതായത് നല്ല വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാവരും നല്ല വ്യക്തികളാണ്. നമ്മളുടെ ഒരു എന്താ പറയാ സ്വപ്നവുമായിട്ട് ഇണങ്ങിച്ചേരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കൈപിടിച്ചു ഉയർത്തി കൊണ്ടുപോകുന്ന നല്ല സുഹൃത്തുക്കൾ, നല്ല സൗഹൃദങ്ങൾ നമ്മളോടൊപ്പം കൊണ്ടുപോകുക. അതുപോലെ നമ്മളെപ്പോഴും പറയുന്നതാണ് സൽക്കർമ്മങ്ങൾ, അല്ലെ. നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ മനസ്സിൽ സന്തോഷം നമ്മളെ നിറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ചിന്തകളെ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കും. ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാൻ സഹായിക്കും. നമ്മൾ പറയും ഹാപ്പിനെസ് ഈസ് മൈ ബർത്ത് റൈറ്റ്, സന്തോഷം എന്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ സമ്പത്തും എന്റെ ഏറ്റവും വലിയ സ്വത്തും സന്തോഷമാണ്. ഒരു സർവ രോഗ സംഹാരിയാണ്, സിദ്ധൌഷധമാണ് സന്തോഷം എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും ബാലൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിളമ്പി കഴിച്ചാൽ മാത്രമാണ് എന്ത് നമുക്ക് അതിന്റെ രുചി അറിയാനും, അല്ലെങ്കിൽ നമ്മുടെ ആ ഭക്ഷണത്തിന്റെ പോഷകാഹാരം നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റിലും നമ്മളുടെ ഹാപ്പിനെസ്സിനും നമ്മളുടെ സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ അത് കണ്ടെത്തി അത് എവിടെയാണ്, ഇപ്പൊ നമ്മൾ വിചാരിക്കും എനിക്കൊരു ഇടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന സ്ഥലത്താണ് എന്റെ ഇടം, ഇന്ന സ്ഥലത്താണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്ന സമയത്തും അതില് നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന് വേണ്ട പോഷകങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. പല തെറാപ്പികളും, നമ്മുടെ ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആളുകളെടുത്ത്, നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളെടുത്ത് നമ്മൾ പറയാണ്ടിരുന്ന ഒരിക്കലും നമ്മുടെ മനസ്സിൽ ആ ഭാരം ചിലപ്പോൾ ഒരുപക്ഷെ ഇറക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ആരോട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടെങ്കിലും നമ്മൾ പറയാം. എനിക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഓഫ് ആയിട്ടുണ്ട്, ഒന്ന് സോറി. അപ്പൊ നമ്മള് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളോട് പറയാ, അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പ്രയാസങ്ങൾ സംസാരിക്കുക. നമ്മള് മനസ്സിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമുക്ക് ഉതകുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സൗഹൃദങ്ങൾ നമുക്കുണ്ടാവും, പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമുക്കുണ്ടാവും. പക്ഷെ നമ്മളുടെ മനസ്സിൽ കൂടുതൽ ഭാരം ഉണ്ടാക്കാതെ നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ, ഇന്ന ആളെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് റിലാക്സ് ആവും. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ പല സംഘടനയിലും പ്രവർത്തിക്കുന്ന സമയത്ത് ഓരോ സംഘടനയിലും എനിക്ക് ഓരോ മെന്റേഴ്സ് ഉണ്ടാവും. ആ സംഘടനയുടെ കാര്യം പറയാനുള്ള, അല്ലെങ്കിൽ ആ സംഘടനയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് അത് പറയാൻ, കാരണം അത് അവിടെ പറയുന്നത് അത്രത്തോളം ചിലപ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ ചുറ്റിലും നമുക്ക് മെന്റേഴ്സ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ മകളോട് പറയുമ്പോഴായിരിക്കും
ചിലപ്പോൾ നമ്മുടെ ഉമ്മയോട് പറയുന്ന സമയത്തായിരിക്കും, നമ്മുടെ ബാപ്പയോട് പറയുന്ന സമയത്തായിരിക്കും. ഇത് ആരാണ് നമുക്ക് മനസ്സിന് ആശ്വാസം തരിക, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുള്ളത്? അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നിർബന്ധമായിട്ടും കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒന്നും മനസ്സിൽ എന്ത് ചെയ്യരുത്, മനസ്സിൽ അത് അങ്ങനെ വെച്ച് മനസ്സിന് ഭാരം കൊടുക്കരുത്. നമ്മൾ എപ്പോഴും പറയും, കമ്പ്യൂട്ടർ നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന പോലെ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തില്ലെങ്കിൽ അതിൽ വൈറസ് കയറിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വൈറസ് കയറും. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാണ്ട് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിയേറ്റിവിറ്റിനെയും പ്രൊഡക്ടിവിറ്റിനെയും അത് ബാധിക്കും. നമ്മൾ ആകെ ഒരു മൂഡ് ഔട്ട് ആയി, അല്ലെങ്കിൽ നമ്മൾ മോഡി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഈ മോഡി ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പൊ ഒരു മൊബൈലിൽ നമുക്കറിയാം, മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? നമ്മൾ ആകെ ഡൗൺ ആയി അല്ലെ? നേരെ തിരിച്ച് രാവിലെ നമ്മൾ നന്നായിട്ട് മൊബൈൽ ഫുൾ ചാർജ് ചെയ്തിട്ട് രാവിലെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ അത് ഉപയോഗിക്കാനുള്ള ഒരു ആ, സാഹചര്യം ഉണ്ടാവും. ആ സ്ഥാനത്ത് നമ്മൾ മൊബൈലിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഡൗൺ ആവും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഫുള്ളി ചാർജ് ആക്കി വെക്കാനുള്ള ഒരു കാര്യമാണ്. രാവിലെ നമുക്ക് വലിയ സമയമൊന്നും ചെലവഴിക്കണം എന്നൊന്നും പറയില്ല. നമുക്കൊരു 10 മിനിറ്റ് ഒരു ഫിസിക്കൽ എക്സസൈസ്, അതുപോലെ തന്നെ ഒരു മെന്റൽ എക്സസൈസ്, അതുപോലെ നമുക്കറിയാം നമ്മുടെ ബ്രീത്തിങ് എക്സസൈസുകൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പരിപാലിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും, പ്രയാസമുള്ള സമയങ്ങളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനേഴ്സ് ആണെങ്കിലും മോട്ടിവേഷൻ ട്രെയിനേഴ്സ് ആണെങ്കിലും ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എല്ലാവരുടെ ലൈഫിലും എന്താണ് പ്രയാസങ്ങൾ ഉണ്ട്, എല്ലാവരുടെ ലൈഫിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അവർ ഫേസ് ചെയ്യുന്ന പല രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും. എല്ലാം ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ബാലൻസ് ചെയ്ത് പഠിച്ച ആളുകളാണ് ജീവിതത്തിൽ ട്രെയിനേഴ്സ് ആയിട്ട് മാറുന്നതും, ജീവിതത്തിൽ മെന്റേഴ്സ് ആയിട്ട് മാറുന്നതും, അല്ലെങ്കിൽ അവരുടെ ഒരു സൈക്കോളജി വിഷയത്തിലേക്ക് പോകുന്നതും ഒക്കെ അവരുടെ ലൈഫ് അവർ ബാലൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. ഓൾറെഡി നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളുമായിട്ടുള്ള കണക്ഷൻ, അതുപോലെ തന്നെ നല്ല മെന്റേഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്യുക, അതുപോലെ നമ്മൾ എഫർമേഷനും മെഡിറ്റേഷനും വിഷ്വലൈസേഷനും. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഉള്ളതിനോടെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഉള്ളതിനോടെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തെല്ലാം ഉണ്ട്, എനിക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഇതിനോടെല്ലാം അങ്ങനെ നമ്മുടെ അവയവങ്ങളോടൊക്കെ എല്ലാ ദിവസവും രാത്രിയും രാവിലെയൊക്കെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കൈകാലുകളൊക്കെ നമ്മൾ തഴുകി തലോടി ഏറ്റവും കൂടുതൽ തഴുകേണ്ടത് നമ്മുടെ കാൽപാദങ്ങളെയാണ്. നമ്മളെ ചുമന്ന് കൊണ്ട് നടക്കുന്ന കാൽപാദങ്ങളെല്ലാം തഴുകി നമുക്ക് ഇതിനോടെല്ലാം നന്ദിയുള്ളവരാ ആയിരിക്കാം. നമുക്ക് സംസാരശേഷി തന്നിട്ടുണ്ട്, കേൾവി ശക്തി തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് നടക്കാനുള്ള, ഇതെല്ലാം ഇങ്ങനെ ഉള്ള നമുക്ക് തന്ന കഴിവുകളോട്, അല്ലെങ്കിൽ നമുക്ക് തന്ന സൗഭാഗ്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യാം, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരു നന്ദിയുള്ള ഒരു മനുഷ്യനായി, ആ നന്ദിയുള്ള മനുഷ്യനാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ വിളവെടുക്കുന്ന പാടം എന്ന് പറയുന്ന പോലെ പാടത്തുള്ള അതുപോലെയാണ് നന്ദിയുള്ള മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നല്ല വിളവെടുത്ത ഒരു പാടം പോലെയാണ്. അവിടെ എന്ത് ശുഭചിന്തകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് ചിന്തകൾ ഇട്ടാലും, എന്ത് സ്വപ്നങ്ങളുടെ വിത്തിട്ടാലും അത് നല്ല രീതിയിൽ അവിടെ മുളയ്ക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകളോട് നമ്മുടെ ജീവിതത്തിൽ കുറെ ആളുകൾ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രയാസപ്പെടുത്തിയ ആളുകളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക, നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല കേട്ടോ. അത് ഒരുപാട് ട്രെയിനിങ്സിലൂടെ, നല്ല നല്ല ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ കുറച്ച് പണം, ഇപ്പൊ നമുക്ക് ഡ്രസ്സും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണം മാറ്റി വെക്കുന്നത് പോലെ തന്നെ നല്ല നല്ല ട്രെയിനിങ്സിലൂടെ ഒക്കെ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരോടൊക്കെ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ജീവിതത്തില് നമുക്ക് ഒരുപാട് സന്തോഷം. ഒരുപക്ഷെ ഈ നെഗറ്റീവായിട്ട് നമ്മളോട് ഏറ്റവും പ്രയാസപ്പെടുത്തിയ ആളുകളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ജീവിതം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാനല്ല, ഒരുവിധം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നെഗറ്റീവായിട്ട് നമ്മളോട്, അല്ലെങ്കിൽ നമ്മളോട് എതിർത്ത ആളുകളോട് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മളുടെ ആ ഒരു സ്കില്ല്, അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ നമ്മൾ ഈ ഭൂമിയിൽ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം എന്റെ എല്ലാ സുഹൃത്തുക്കളോടും, ഇപ്പൊ ഞാനൊരു ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കാനും പാടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് പാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ഡിവൈൻ സോങ്സ് എത്രത്തോളം നമ്മുടെ മനസ്സിന്, അല്ലെങ്കിൽ നമ്മുടെ സോങ്സ് എത്രത്തോളം നമ്മുടെ മനസ്സിന് ഒരു ഹീലിംഗ് തരുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു 2-3 കുറച്ച് വരികൾ ഇവിടെ പാടാൻ ആഗ്രഹിക്കുകയാണ്. വലിയ പാട്ടുകാരിയൊന്നും അല്ല. ഓക്കെ, താങ്ക് യു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണ് ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം, അപപിതാവേ
അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. അരുളട്ടിഹ പരാനുഗ്രഹങ്ങൾ മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓഫിലാണല്ലോ മാഡം. അന്നാവേ നിത്യം തള്ളൽ തമ്പുരാനേ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒന്നുകൂടെ നമ്മുടെ ക്ലാസ് അവസാനിക്കാണ്. എല്ലാവരും ഒന്നുകൂടെ കണ്ണുകൾ അടച്ചു വെക്കാം. നിങ്ങൾ ലാസ്റ്റ് ഈ പാട്ട് പാടിയ പാട്ട് കേട്ടിട്ടില്ല. ലാസ്റ്റ് ഭാഗം കേട്ടിട്ടില്ല. സൈലന്റ് ആയിരുന്നു മൈക്ക്. ഓക്കെ, ഇന്ന് മൈക്ക് ഗ്രൂപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്, മൈക്ക് സൈലന്റ് ആയിരുന്നില്ല, എനിക്കിവിടെ സൈലന്റ് ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് സാവധാനം കണ്ണുകൾ അടച്ചു വെക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഞാനിതിപ്പോ വ്യത്യസ്ത മത ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് ഡിവൈൻ സോങ്സ് ആണ്. ഓക്കെ, കണ്ണുകൾ അടച്ചു വെച്ച് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ജീവിതത്തില് എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന സമയത്ത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് വേണ്ടി ഒരു ഇടം കണ്ടെത്താനും നമ്മൾ തയ്യാറാവാം. എനിക്കൊരു ഇടം വേണം, ഒരാളിൽ നിന്നും ഒളിക്കാനല്ല, എന്നെ തന്നെ കണ്ടെത്താനാണ്. എനിക്കൊരു ഇടം വേണം, കണ്ണുനീർ മറച്ചു വെക്കാനല്ല, മനസ്സ് തുറന്ന് ചിരിക്കാൻ. എനിക്കൊരു ഇടം വേണം, ഉത്തരവാദിത്തങ്ങൾ ഇറക്കി വെക്കാൻ, സ്വപ്നങ്ങളെ വീണ്ടും തോളിലേറ്റാൻ. എനിക്കൊരു ഇടം വേണം, എന്നെ ആരും വിധിക്കാത്ത ഞാൻ, എന്നെ സ്നേഹിക്കുന്ന ആ നിശബ്ദ ലോകം. അവിടെ സമയത്തിന് തിരക്കില്ല, മനസ്സിന് ഭയമില്ല, ഹൃദയത്തിന് ഭാരമില്ല. അവിടെ ഞാൻ ആർക്കും വേണ്ടി മാറേണ്ടതില്ല, ഞാനായാൽ മാത്രം മതി. ഇന്ന് ഞാൻ തീരുമാനിക്കുകയാണ്, ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. എന്റെ മനസ്സിനെ കേൾക്കും, എന്റെ ഹൃദയത്തെ ഞാൻ ചേർത്ത് പിടിക്കും. കാരണം ഞാൻ അന്വേഷിച്ചിരുന്ന എന്റെ ഇടം അതൊരു സ്ഥലമായിരുന്നില്ല, എന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ശാന്തമായ ലോകമായിരുന്നു. താങ്ക് യു വെരി മച്ച് സിജി ഡി വിഷൻ ടീം. ഒത്തിരി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ, ഒത്തിരി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയട്ടെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. എനിക്കിതില് നമ്മുടെ മുരളി സാർ, അതുപോലെ നൂസിയ മാഡം, മുനീറ മാം, ലുക്മാൻ സാർ, ജംഷീർ സാർ, ഒത്തിരി ആളുകളോട് എല്ലാവരോടും നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, വളരെ നന്ദി. ഡിവിഷന്റെ ഈ 301ാമത്തെ ദിവസം ധന്യമായ ഒരു ചിന്തയിലൂടെ ഞങ്ങളെ ഉണർത്തിയതിന് റസീന മാമിന്, പ്രിയപ്പെട്ട റസീന മാമിന് ഹൃദയം നിറഞ്ഞ ഡിവിഷന്റെ നന്ദി അറിയിക്കുകയാണ്. കൂടെ നമ്മുടെ പാർട്ടിസിപ്പൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം ഇന്ന് സമയം കുറച്ച് വൈകിയിരിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, പ്രിയപ്പെട്ട സീനത്ത് മുനീർ മാഡം, കൂടെയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇവിടെ പറയുകയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ട്, കൂടെ പൊറുക്കാൻ കൂടെ പൊറുക്കുക. അത് മനോഹരമായി മാം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരോട് സ്വയം പുറത്തുകൊണ്ട്, സ്വയം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നല്ല നാളെയുടെ വാതിലുകൾ തുറക്കാം. എല്ലാവർക്കും ശുഭദിനം.